RRB, JEE കഴിഞ്ഞിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോൺ ടെക് ഓൾറെഡി ഒരു വട്ടം കഴിഞ്ഞിരിക്കുന്ന കുട്ടികളാണ്. നിങ്ങൾ വെയിറ്റേജ് കൊടുക്കേണ്ടത് ടെക്നിക്കലിന് തന്നെയാണ്. അപ്പോൾ മാക്സിമം സമയം നിങ്ങൾ ടെക്നിക്കൽ സബ്ജക്ട്സിന് വേണ്ടി തന്നെ കൊടുക്കുക. എന്നാൽ നോൺ ടെക്നിക്കലിന് അതിൻ്റെതായിട്ടുള്ള വെയിറ്റേജ് ഉണ്ട് താനും. നമുക്ക് ഒട്ടും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം RRB, JEE സംബന്ധിച്ചിടത്തോളം 150 മാർക്കിൽ 50 മാർക്കോളം വരുന്നുണ്ട്. അതായത് 1/3 മാർക്ക് നമുക്ക് നോൺ ടെക് വരുന്നുണ്ട്. സിലബസ് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് തന്നെ പഠിക്കുക. കാരണം നിങ്ങൾ ഇതിന്റെ ഇടയിൽ കൂടെ തന്നെ ചിലപ്പോൾ കേരള PSCക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതൊക്കെ ടോപ്പിക്കുകൾ ഇല്ല, ഏതൊക്കെ ടോപ്പിക്കുകളാണ് JEEക്ക് ഉള്ളത് എന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് തന്നെ പഠിക്കാം. ഫസ്റ്റ് ടെസ്റ്റിന് എനിക്ക് തോന്നുന്നു 20-25 മാർക്ക് കിട്ടിയിട്ടില്ല. ബട്ട് അവർ നിർത്താണ്ട് വീണ്ടും എഴുതി. കാരണം നമ്മൾ എഴുതി തോറ്റ് അവസാനം ഫൈനൽ എക്സാം വരുമ്പോൾ ഇതൊന്നും നമുക്കൊരു പ്രശ്നമല്ല. നമ്മളവിടെ മാക്സിമം ആൻസർ റൈറ്റിംഗ് സ്കില്ല് മാത്രമേ നമ്മളവിടെ നോക്കുകയുള്ളൂ. ചില വിഷയങ്ങൾ അല്ലെങ്കിൽ ചില സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ഇപ്പൊ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അറ്റോമിക് സ്ട്രക്ചറിൽ നിന്നൊരു ചോദ്യമുണ്ട്. അത് മിക്കവാറും നിങ്ങൾക്ക് കിട്ടുന്ന ചോദ്യമാണ്. ബോർ മോഡൽ അങ്ങനെയുള്ള സംഭവങ്ങളാണ് ചോദിക്കുക. അത് മിക്കവാറും എന്താ പറയുന്നത്, വളരെ ബേസിക് ആയിട്ടുള്ള സംഭവങ്ങളാണ് ചോദിക്കാറ്. ഇപ്പോൾ IITയിലെ റാങ്ക് JEE റാങ്ക് 1 വരെ നമ്മുടെ അടുത്ത് JEE വന്ന് എഴുതാൻ പോകുന്നില്ല. നമ്മളെല്ലാം ഒരേ ലെവലാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ ആരാണ് എപ്പോഴും ടോപ്പർ ആവാൻ പോകുന്നത്? കൂടുതൽ വർക്ക് ചെയ്യുന്ന ആൾ, കൂടുതൽ ഈ പറയുന്ന ടൈം മാനേജ് ചെയ്യുന്ന ആൾ. അത്രയും മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. ആ പോസിറ്റീവ്നെസ്സോടുകൂടിയാണ് നിങ്ങൾ പഠിക്കാനായിട്ട്.